CA ഫൗണ്ടേഷൻ കോഴ്സ് സെലക്ട് ചെയ്ത സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ് CA ഫൗണ്ടേഷൻ പ്രോഗ്രാം മാത്രമായിട്ട് ജോയിൻ ചെയ്യണോ അതോ CA ഫൗണ്ടേഷൻ പ്ലസ് ഇന്റർ ജോയിൻ പ്രോഗ്രാം ചെയ്യണോ എന്നുള്ളത്. നമ്മൾ CA കോഴ്സിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. CA ഫൗണ്ടേഷൻ പാസ്സായിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലാണ് CA ഇൻ്റർമീഡിയറ്റിലേക്ക് വരുന്നത്. ഇത് കഴിഞ്ഞ് 2 കൊല്ലം ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഒരു CA ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഒന്നിച്ചൊരു CA ഫൗണ്ടേഷൻ പ്ലസ് ഇന്റർ ജോയിൻ പ്രോഗ്രാം ചെയ്യുന്നത് കൊണ്ട് അക്കാഡമിക്കലി അല്ലെങ്കിൽ ടൈം വൈസ് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും സ്റ്റുഡൻസിന് വരാനില്ല. നമ്മൾ CA കോഴ്സിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കാം. CA ഫൗണ്ടേഷൻ പാസ്സായിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലാണ് CA ഇൻ്റർമീഡിയറ്റിലേക്ക് വരുന്നത്. ഇത് കഴിഞ്ഞ് 2 കൊല്ലം ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് ഫൈനൽ എക്സാം കഴിഞ്ഞിട്ടാണ് ഒരു CA ക്വാളിഫൈഡ് ആയിട്ട് ഇറങ്ങുക. CA ഫൗണ്ടേഷൻ പ്ലസ് ഇന്റർ ജോയിൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 വർഷത്തേക്കുള്ള ഫീസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്ന പോലെയാണ്. നേരെ മറിച്ച് ഫൗണ്ടേഷൻ പ്രോഗ്രാം മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഫീസ് മാത്രം അടയ്ക്കുമ്പോൾ പാരൻസിന് മുകളിൽ വരുന്ന ഫിനാൻഷ്യൽ ബേർഡൻ കുറയും. ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് എക്സാംസിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ഇയർ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഇൻ്റർമീഡിയറ്റിൻ്റെ ഫീസ് അടയ്ക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു വർഷത്തെ ഗ്യാപ്പ് നമുക്ക് പാരൻസിന് കിട്ടും. അപ്പോൾ അവരെ ഫിനാൻഷ്യൽ ബേർഡൻ കുറയ്ക്കാൻ പറ്റും. CA ഫൗണ്ടേഷൻ എന്നുള്ളത് ഒരു ചാലഞ്ചിങ് കോഴ്സാണ്. അപ്പോൾ എക്സാംസ് എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസിന് ആ ഒരു സ്ട്രെസ് എന്തായാലും വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു ഫിനാൻഷ്യൽ ബേർഡനും കൂടെ വെക്കുന്ന പോലെ ആവും നമ്മൾ ഒന്നിച്ചൊരു ജോയിൻ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യുന്നതെങ്കിൽ. CA ഫൗണ്ടേഷൻ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്ത് ഇൻ്റർമീഡിയറ്റിലേക്ക് പോകുന്ന സമയത്ത് പല റീസൺസ് കൊണ്ടും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യണം എന്ന് ചിലപ്പോൾ സ്റ്റുഡൻസ് ആഗ്രഹിക്കും. പക്ഷേ നമ്മളൊരു ജോയിൻ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി അവിടെ നഷ്ടപ്പെടും. സോ ഐ ഹോപ്പ് ദിസ് ഹാസ് ക്ലിയർഡ് യുവർ ഡൗട്ട്സ്. ഓൾ ദ ബെസ്റ്റ്.